ദൈവവിചാരങ്ങൾ പങ്കുവെക്കാനുള്ള ഒരു ശ്രമമാണ്. ഈ അടുത്ത കാലത്ത് ഒരു കുട്ടിയുമായിട്ട് സംസാരിക്കുമ്പോൾ ആ കുട്ടി അവരുടെ വിശ്വാസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഒത്തിരി വിശ്വാസമുണ്ട്, പ്രാർത്ഥിക്കുന്നു, നല്ല കാര്യമാണ്. സാപത്ത് ആചരിക്കുന്നുമുണ്ട്. സാപത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സഭയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ കാര്യമാണ് സാപത്ത്. യഹൂദർ സാപത്ത് ആചരിച്ച പോലെ ക്രിസ്ത്യാനികൾ ഒരു ദിവസം സാപത്ത് ആചരിക്കണം. അത് ജോലിയൊന്നും അധികം ചെയ്യാൻ പാടില്ല, കൂടുതലായിട്ട് പ്രാർത്ഥിക്കുന്നവർ, നല്ല കാര്യമാണ്. അതിൻ്റെ റിസൾട്ടായിട്ട് ആ കുട്ടി എന്നോട് ഷെയർ ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ മാർക്ക് കിട്ടുന്നുണ്ട് എക്സാമിനൊക്കെ. അത് നല്ല കാര്യമാണ്. പക്ഷെ നമുക്കൊരു 2 കുട്ടികളെ സങ്കല്പിച്ചു കഴിഞ്ഞാൽ, ഒരു പെൺകുട്ടി നിരന്തരമായി പ്രാർത്ഥിക്കുന്നു, അതനുസരിച്ച് എക്സാമിന് നല്ല മാർക്ക് കിട്ടുന്നു. ഒരാൾ അത്രങ്ങ് പ്രാർത്ഥിക്കുന്നൊന്നുമില്ല, കൂടുതൽ പഠിക്കുന്നു, എന്നാൽ അത്ര നല്ല മാർക്ക് കിട്ടുന്നുമില്ല. നമുക്കൊന്ന് സൈക്കോളജിക്കലായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രാർത്ഥിക്കുന്ന കുട്ടിക്ക് സെൽഫ് കോൺഫിഡൻസ് വർദ്ധിക്കുന്നുണ്ടാകാം, ഒരു ലാഘവ ബുദ്ധിയും കിട്ടുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് എന്തൊക്കെ വായിച്ചിട്ടുണ്ടോ അതെല്ലാം ഓർമ്മയിൽ വരും. മറ്റേ ആൾ ഫുൾ ടൈം ഇരുന്ന് പഠിക്കുന്നു, പക്ഷേ ലാഘവ ബുദ്ധിയോ കോൺഫിഡൻസോ ഇല്ലെങ്കിൽ ടെൻഷനായിട്ടാണ് എക്സാം എഴുതുന്നതെങ്കിൽ പഠിച്ചതുപോലും മറന്നു പോകും. നമുക്കങ്ങനെ സങ്കല്പിക്കാം. അത് സാധ്യമാണ്. ഞാൻ പ്രാർത്ഥനയിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ്. പ്രാർത്ഥന ദൈവത്തെ മാറ്റുന്നതേക്കാൾ ഉപരിയായിട്ട് മനുഷ്യനെ മാറ്റുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രാർത്ഥന നമ്മുടെ ഉള്ളിലുള്ള സാധ്യതകളെ പുറത്തു കൊണ്ടുവരുന്നതൊക്കെ ഞാൻ വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ്. പക്ഷേ ഇവിടെ ദൈവത്തെ കൊണ്ടുവന്നാൽ എന്താണ് സംഭവിക്കുക? ദൈവം എന്നൊരാൾ അവിടെ നിൽക്കുന്നു. പ്രാർത്ഥിക്കുന്ന ഒരു കുട്ടിക്ക് കൂടുതൽ മാർക്ക് കൊടുക്കുകയും പഠിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു കുട്ടിക്ക് കുറച്ച് മാർക്ക് കൊടുക്കുകയും ചെയ്യുന്നു എങ്കിൽ ആ ദൈവം ആരായിട്ട് മാറും? ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ സ്വഭാവം എന്താണ്? അനീതി ദൈവം പ്രവർത്തിക്കാൻ പറ്റുമോ? ദൈവം അനീതി തന്നെ പ്രസാദിപ്പിക്കുന്ന ഒരാൾക്ക് മാത്രം സഹായിക്കുകയും തന്നെ പ്രസാദിപ്പിക്കാതെ അയാളുടെ ജോലി മാത്രം വ്യാപൃതനായിരിക്കുന്ന ഒരാളെ സഹായിക്കാതിരിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ സ്വഭാവം എന്താണെന്നൊക്കെ നമുക്ക് ചിന്തിക്കേണ്ടി വരും. ക്യാൻ ലവ് ബി അൺജസ്റ്റ്? സ്നേഹത്തിന് അനീതി പ്രവർത്തിക്കാൻ പറ്റുമോ? സ്നേഹം നീതിയാണോ അനീതിയാണോ? ഇതൊക്കെ നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളായിട്ട് അവശേഷിക്കും. ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, ഇങ്ങനെയുള്ളൊരു വിശ്വാസങ്ങൾ വളരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫീദയിസം എന്നാണ് നമുക്കതിനെ വിളിക്കേണ്ടത്. ഫീദയിസം, വിശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്തയുമായിട്ടോ റീസണുമായിട്ടോ യാതൊരു ബന്ധവുമില്ലെന്ന് വാദിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ പേരാണ് ഫീദയിസം. ജോൺ പോൾ സെക്കൻഡ് എഴുതിയ ഒരു എൻസൈക്ലിക്കലാണ് ഫീദസ് റാസിയോ, വിശ്വാസവും ചിന്തയും റീസണും എന്ന് പറയുന്ന ആ എൻസൈക്ലിക്കൽ ഫീദയിസത്തിനെ ഡിഫൈൻ ചെയ്യുന്നത് എറർ എന്നാണ്, തെറ്റാണ് എന്നുള്ളതാണ്. കാരണം ഫീദയിസം വളരെ കുഴപ്പം പിടിച്ചൊരു കാര്യമാണ്. ഫീദയിസം മൂലം മിത്തുകൾ കൂടുതലായിട്ടുണ്ടാകും, സൂപ്പർസ്റ്റിഷ്യൻസ് അന്ധവിശ്വാസങ്ങൾ കൂടുതലായിട്ട് വർദ്ധിക്കും, ഫണ്ടമെന്റലിസം വർദ്ധിക്കും, മതമൗലികവാദവും വർദ്ധിക്കും. ഈ ഫീദയിസം കൊണ്ട് സംഭവിക്കുന്ന 3 കുഴപ്പങ്ങൾ ഇതാണ്: മെത്തിക്കൽ, സൂപ്പർസ്റ്റിഷൻ ആൻഡ് ഫണ്ടമെന്റലിസം. ഈ 3 കാരണങ്ങൾക്കുള്ള വളം കൊടുക്കുന്നൊരു സംഭവമാണ് ഈ ഫീദയിസം. പക്ഷേ ഇതിനെക്കുറിച്ച് ധാരണ ഇല്ലെങ്കിൽ പോലും ഇന്ന് സഭയിൽ ഫീദയിസം വളരെയേറെ റൂട്ടഡാണ്. തത്വചിന്തയുമായിട്ടോ ദൈവശാസ്ത്രപരമായിട്ടോ യാതൊരു ബന്ധവുമില്ലാതെ സുവിശേഷത്തെ വ്യാഖ്യാനിക്കുന്ന മനുഷ്യരെ സഭയിൽ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു ദുർഭൂതത്തിൻ്റെ പേരാണ് ഈ ഫീദയിസം എന്നുള്ളത്. അതിങ്ങനെ അതിൻ്റെ ഇരകളായിട്ട് കുറേ വിശ്വാസികൾ മാറുന്നുണ്ട്. ഫീദയിസത്തിൻ്റെ ഇരകളായിട്ട് അനേകം വിശ്വാസികൾ മാറുന്നുണ്ട് എന്നുള്ളതാണ് കുഴപ്പം പിടിച്ചൊരു കാര്യം. ഇത് ദൈവത്തെക്കുറിച്ചും ഒക്കെ ഇതെന്താണ് ഇതിൻ്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് ഒരു ടോക്കിൽ പറഞ്ഞതുപോലെ ഒരു സുവിശേഷ പ്രഘോഷകൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തിന് ബൈബിൾ മുഴുവൻ വായിച്ചിട്ട് മനസ്സിലായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ഹോളിയാണ്, ലവ് അല്ല എന്നുള്ളതാണ്. സ്നേഹം ദൈവം ഒരു കാലഘട്ടത്തിൽ കുറച്ച് തിരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യരോട് മാത്രം കാണിക്കുന്ന കാര്യം. പക്ഷെ പ്രധാനം ലോഡ്ഷിപ്പാണ്. എന്താണ് വായിച്ചത് ബൈബിൾ എന്ന് പറഞ്ഞ്? പഴയ നിയമം മാത്രം വായിച്ചു, പുതിയ നിയമം വായിച്ചിട്ടേ ഇല്ല. പുതിയ നിയമം മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് പറയത്തില്ല എന്നുള്ളതാണ്. ഇത് പഴയ നിയമത്തിൻ്റെ മുഴുവൻ ലോഡ്ഷിപ്പാണ് പറയുന്നത്. കാര്യം യഹൂദർ ഒരിക്കലും ദൈവത്തെ പേര് പോലും ചൊല്ലി വിളിച്ചിട്ടില്ല. അവരെ ദൈവത്തെ അദോനായി, പ്രഭു എന്നാണ് വിളിച്ചത്. പ്രബുദ്ധമാണ് അവിടെ വാഴ്ത്തപ്പെടുന്നത്. ഇപ്പം നമ്മൾ ഇസ്ലാമിലും ഈ പ്രബുദ്ധത്തിനാണ് കൂടുതലായിട്ട് പ്രാധാന്യം. ഒരു ഇസ്ലാമിക് പ്രീച്ചർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ദൈവം അവരെ സംബന്ധിച്ച് സ്നേഹപിതാവല്ല എന്നുള്ളത്. അത് സത്യമാണ്. കാര്യം ആ ഒരു ചിന്താധാര അവിടെ കിടപ്പുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ യഹൂദ മതത്തിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്കും എന്താണ് ദൈവത്തിൻ്റെ പ്രൈമറി ക്വാളിറ്റീസ്? ഓംനിപൊട്ടൻസ്, ഓംനീഷ്യൻസ്, അതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ലോഡ്ഷിപ്പ്, പ്രബുദ്ധമാണ് പ്രധാനം. സെക്കൻഡറി ക്വാളിറ്റീസാണ് സ്നേഹവും കരുണയും. അത് പേർക്ക് സസ്പെൻഡ് ചെയ്യപ്പെടാം.
സസ്പെൻഡ് ചെയ്യാൻ ദൈവത്തിന് എല്ലാ അവകാശമുണ്ട്. മറ്റത് സസ്പെൻഡ് ചെയ്യപ്പെടത്തില്ല, ഇത് സസ്പെൻഡ് ചെയ്യാം. അതുകൊണ്ടാണ് എക്സോഡസിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കൃപ തോന്നുന്നതോടെ ഞാൻ കൃപ കാണിക്കും, കരുണ തോന്നുന്നതോടെ ഞാൻ കരുണ കാണിക്കും. ഇത് ദൈവത്തിൻ്റെ തോന്നലാണ്. ദൈവത്തിന് തോന്നിയാൽ കാണിക്കും, തോന്നിയില്ലേ കാണിക്കത്തില്ല എന്നുള്ളതാണ്. പക്ഷെ പുതിയ ദൈവത്തിൽ വരുമ്പോഴത്തേക്കും ക്രിസ്തു ഇതിന് മാറ്റം വരുത്തുന്നുണ്ട്. ക്രിസ്തു ദൈവത്തിൻ്റെ പ്രൈമറി ക്വാളിറ്റീസായിട്ട് സ്ഥാപിക്കുന്നത് സ്നേഹവും കരുണയും തന്നെയാണ്. കാരണം ക്രിസ്തു ദൈവത്തെ ഡിഫൈൻ ചെയ്യുന്നത് സ്നേഹപിതാവേ എന്നുള്ളതാണ്. ഹിതട്ടോ അൺഹേർഡ്, ഇതൊരിക്കലും കേട്ടിട്ടേ ഇല്ല. യഹൂദർ ഒരിക്കലും കേൾക്കാത്തൊരു പദമാണ് ദൈവം പിതാവാണെന്നുള്ളത്. ആ കാര്യം കൊണ്ട് മാത്രം തന്നെ ക്രിസ്തു കൊല്ലപ്പെടാം. കാര്യം അത് ബ്ലാസ്ഫമിയാണ് അവരെ സംബന്ധിച്ച്, ദൈവദൂഷണമാണ്. ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചു എന്നുള്ളതാണ്. ഈ സ്നേഹവും കരുണയും പ്രൈമറി ക്വാളിറ്റീസ് ആക്കി ഓംനിപൊട്ടൻസ് ക്രിസ്തു ചിന്തി പറയാത്ത കാര്യങ്ങളായിട്ട് മാറുകയും ചെയ്തു. ഈവൻ ഈ പെർഫെക്ഷൻ എന്ന് പറയുന്നത് പോലും ഒരു ഓപ്പൺ സാധ്യതയാണ്, എല്ലാവരിലും ഉള്ള സാധ്യതയാണ്, പരിപൂർണത. അതുകൊണ്ടാണ് ക്രിസ്തു പറയുന്നത്, എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണരായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുമെന്ന്. ഒരു ഓപ്പൺ ക്വാളിറ്റീസ് ആയിട്ട് ഇതെല്ലാം സ്ഥാപിച്ചു. ഈ പ്രൈമറി ക്വാളിറ്റീസിന് വളരെ തുറന്ന ഒരു ക്വാളിറ്റീസായിട്ട് സ്ഥാപിച്ചുകൊണ്ട് സ്നേഹവും കരുണയും കൊണ്ട് അരക്കിട്ടുറപ്പിച്ച ദൈവത്തെ സ്ഥാപിച്ചെടുത്ത ക്രിസ്തുവിൻ്റെ വിപ്ലവം നമ്മളിപ്പോഴും മനസ്സിലാക്കുന്നേ ഇല്ല എന്നുള്ളതാണ്. അതിന് പകരമായിട്ട് മനുഷ്യരെ അടിമകളാക്കുന്ന, ദാസന്മാരാക്കുന്ന, പുത്ര സൗഭാഗ്യത്തിൽ നിന്ന് താഴെ ഇറക്കി, ക്രിസ്തു നൽകാൻ ശ്രമിച്ച പുത്ര സൗഭാഗ്യത്തിൽ നിന്ന് താഴെ ഇറക്കി ദൈവത്തെ ഇങ്ങനെ എന്താ പറയുക, ദൈവത്തിൻ്റെ ഫീദയിസത്തിൽ കൊണ്ടുവന്ന് ദൈവത്തെ സ്ഥാപിച്ചെടുക്കുമ്പോൾ അവിടുത്തെ വിശ്വാസം നീതിരഹിതമായിട്ട് മാറുന്നുണ്ട്, ചിന്തയില്ലാത്തതായിട്ട് മാറുന്നുണ്ട്, മനുഷ്യത്വരഹിതമായിട്ട് മാറുന്നുണ്ട്.